സുജി, എന്റെ കുഞ്ഞു മോനെ, ഒന്നിറങ്ങടാ. ഈ അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക്. അല്ലേ, നീ അവിടെ എന്തെടുക്കുകയാ? എന്റെ മകനാണ് സുജ. മുഴുവൻ പേര് സുജനബാലൻ. കണ്ടില്ലേ ഇരിപ്പിടത്തിൽ കയറി നിൽക്കുന്നത്? ലഹരിക്ക് അടിപ്പെടുമ്പോൾ എന്തൊക്കെ വിക്രികളാ അവൻ കാട്ടിക്കൂട്ടുന്നത്. അവൻ എപ്പോഴും സ്വപ്നത്തിലാണ്. അവനിൽ നിന്ന് പുറത്തു വരുന്ന ആ പുകച്ചിലൂടെ അവൻ അനുഭൂതിയെ തേടുകയാണ്. അതുവഴി അവൻ്റെ അനന്തമായ സ്വപ്നത്തിലേക്ക്. അവൻ എന്നിൽ നിന്ന് അകന്നിട്ട് വർഷങ്ങളായി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചുണർത്താവോ അവനെ, എൻ്റെ മകനെ, എൻ്റെ സുജനബാലനെ? വിനാശം, സർവവിനാശം സുജനബാലന്റെ സ്വപ്നത്തിലാണ്. കുഞ്ഞുമോനെ സുജനബാലൻ, ഈ അച്ഛൻ കീഴുന്നു. സ്വമനസ് വീണ്ടെടുക്കടാ. എന്താണത്? അപശബ്ദം, അപശബ്ദം. ആരെവിടെ? അടിയൻ ചാത്തട്ടെ. ഘോഷയാത്രയിൽ, നാം പങ്കെടുത്ത ഘോഷയാത്രയിൽ അപശബ്ദം ഉണ്ടാക്കി നമ്മെ അധിക്ഷേപിച്ച് ഈ വൃദ്ധനെ, ഈ റോസ്കറിനെ ചാട്ടവാറിനാൽ ചാത്തട്ടെ. സുജേ, എന്റെ പൊന്നുമോനെ, ഇത് ഞാനാണ് നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ്. മിസ്റ്റർ വൃദ്ധൻ, ഇങ്ങോട്ട് ചെലക്കരുത്. അപശബ്ദം ഉണ്ടാക്കിയതിന് വെറും ചാട്ടവാർ ചേർത്ത് ഇനി ഒഴിഞ്ഞാൽ ഘോഷയാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കിയതിന് തിരുമനസ്സുകൊണ്ട് കേസെടുക്കും. പിന്നെ ചാട്ടവാർ ചേർത്തല്ല, കൊല കയറാൻ ഓർത്തോളൂ. ഭ്രാന്ത്, ശരിക്കും ഭ്രാന്ത്. കണ്ടില്ലേ തന്തയെ തല്ലാൻ ചാട്ടവാർ തേടുന്നത്? കുഞ്ഞേ, നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്? Dear people, notice, notice, notice. തിരുമനസ് കൊണ്ടറിയിക്കുന്നു. ഘോഷയാത്രയിൽ, തിരുമനസ് പങ്കെടുത്ത ഘോഷയാത്രയിൽ തിരുമുറ്റത്ത് വെച്ച് ഒരു വൃദ്ധൻ അപശബ്ദം ഉണ്ടാക്കിയിരുന്നു. ആയതിനാൽ വൃദ്ധന് ചാട്ടവാറിനാൽ ചാർത്തു. സുജേ, എന്റെ പൊന്നുമോനെ, ഇത് ഞാനാണ് നിന്റെ അച്ഛൻ. വൃദ്ധനായ അച്ഛനെ തല്ലരുത്. You rascal, don't dare. തിരുമനസിലെ ധിക്കരിച്ചവനെ. തിരുമനസിലെ ധിക്കരിച്ചവനെ. നീ എന്താണ് കാണിക്കുന്നത്? ഇത് നിന്റെ പിതാവാണെന്ന കാര്യം നീ ഓർക്കുന്നില്ലേ? സുഹൃത്തോ, നാം സുഹൃത്തല്ല, രാജാവ്. സാമന്ത രാജാക്കൾക്ക് മാത്രമേ നാം സുഹൃത്താവൂ. നീ വളരെ അകലെയാണല്ലോ. നിന്റെ ഈ വികാരങ്ങൾ അർത്ഥശൂന്യമാണ്. നിനക്ക് ജന്മം നൽകിയ പിതാവിനെയാണോ? യുദ്ധം, നിങ്ങളുടെ രാജ്യമായി നാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അറിയിപ്പുകൾ നീങ്ങട്ടെ. കാലാൾപ്പട, കുതിരപ്പട, അങ്ങനെ ചതുരംഗപ്പട ഒരുങ്ങട്ടെ. എല്ലാം ഒരുങ്ങട്ടെ.
ഇരുത്തിയിട്ട് നിഴൽ തിരയുന്നു. നേരെ പോ. ഇടത്തോട്ട് മാറി സ്റ്റാർട്ട്. സർവ്വതും കഴിഞ്ഞു. ശത്രുരാജ്യം ഇനി എന്റേതായി. സുജയ്, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്നെ ഓർക്കുന്നില്ലേ? പണ്ട് മുറ്റത്ത് കളം വരച്ച് തുള്ളുന്ന കോമരത്തിന്റെ തുള്ളിൽ സത്യമറിയാൻ നമ്മൾ തന്തനത്താനാനേ താനേ താനാനേ തന്തനത്താനാനേ താനേ താനാനേ താനേ താനാനേ താനേ താനാനേ. മണിക്കുട്ടാ, മണിക്കുട്ടാ, എന്താണ് പറയേ? ഈ ഉള്ളിൽ തുള്ളുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോടാ? എന്റെ പൈതൃകം എന്നെ വിശ്വസിപ്പിക്കും. പോടാ, നിന്റെ ഒരു പൈതൃകം. പിന്നെ എന്തുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കുന്നില്ല? ദേ, ആ ചിരിക്കുന്ന ആരൊക്കെയാന്ന് നോക്കി. എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും. ഭക്ഷയുടെ മൂർത്തിഭാവങ്ങൾ. അയ്യോ സുജയ്, അങ്ങനെയൊന്നും പറയരുത്. ദൈവകോപം ഉണ്ടാകും. ദൈവകോപം. ഈ ഉറഞ്ഞു തുള്ളുന്നതിന്റെ സത്യം നമ്മൾക്ക് അറിയണ്ടേടാ. അതിന് നാം എന്ത് ചെയ്യും? പറയാ. ഉറഞ്ഞു തുള്ളുക കോമരത്തെ പതിയിരുന്ന് കല്ലെറിയാം. അയ്യോ സുജയ്, വേണ്ട, എനിക്ക് പേടിയാകുന്നു. സത്യമല്ലെങ്കിൽ കോമരം നിനക്ക്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ മാറി നിൽക്ക്. അല്ല, ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാം നമ്മൾ ഒരുമിച്ച്. ഇപ്പോൾ എന്തായി? ശരിയട്ടോ? ദേ, നിൽക്കാ നിലത്ത്. നീ എന്നെ ഓർക്കുന്നില്ലേ? ആരോരുമില്ലാത്ത എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന എന്റെ സുജനമാല നീ എന്നെ മറന്നോടാ? മണിക്കുട്ടൻ, എന്റെ കളിത്തോഴൻ മണിക്കുട്ടൻ. അച്ഛാ, ദേ ആരാ വന്നിരിക്കുന്നത് നോക്കി. മണിക്കുട്ടൻ, പറയടാ, നീ ഇതുവരെ എവിടെയായിരുന്നു? അമ്മാവൻ മരിച്ചതോടുകൂടെ തറവാട്ടിൽ ഞാൻ ആരും വല്ലാതെയായി. എന്റെ വിദ്യാഭ്യാസം നിലച്ചു. അമ്മാവന്റെ മക്കൾ എന്റെ വസ്തുവകൾ പിടിച്ചെടുത്ത് എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കി. മോനെ മണിക്കുട്ടാ, വേഗം പൊയ്ക്കോളൂ. സുജനമാലിന്റെ സ്വപ്നത്തിലാണ്. ഏതവതാരത്തിലാ വരുവാന്ന് ആർക്കറിയാം? അങ്ങ് പൊയ്ക്കോളൂ. സുജനപാലന്റെ സതീർത്ഥനല്ലേ? അച്ഛനേക്കാളും വലുതാണോ മോനെ അവന്റെ സതീർത്ഥ്യൻ? ഞാൻ പോകുകയായി. സുജനമാല നീ വേണ്ട. ആ സമസ്യ ഞാൻ പൂരിപ്പിക്കാം. സുജനമാല നീ കഞ്ചാവ് വലിക്കരുത്. സുജനമാല നീ നിന്റെ ജീവിതം പാഴാക്കരുത്. സുജനമാല നീ മണിക്കുട്ട, എന്റെ കളിത്തോഴൻ മണിക്കുട്ട, ഈ സുജനപാലിനെ തിരിച്ചു വരില്ലടാ. ചിറകുകൾ നഷ്ടപ്പെട്ട പക്ഷിയാണ് ഞാൻ. സുജയ്, നിന്റെ ചിന്തകൾ കാടുകയും കാത്തിരിക്കാം. നീ തിരിച്ചു വരൂ സുജനമാല, തിരിച്ചു വരൂ. ഇല്ല, എന്നെ കൊണ്ടാവില്ല. കടന്നു പോകാൻ, എന്റെ മുമ്പിൽ നിന്ന് കടന്നു പോകാൻ. വിളിക്കാത്ത വിരുന്നുകാരനാണ് നീ. നമ്മുടെ മനോരഞ്ജത്തിന് വിലക്കിടാൻ വന്ന കാളസർപ്പമേ, കടന്നു പോ. കാലനാണ് നാം, കാലൻ. നിർത്തണ സോമേ. നമ്മോട് ആജ്ഞാപിക്കാൻ നീ ആര്? അധികാരിയോ? കൊന്നോളും, ഞാൻ ഏകനാണല്ലോ. സുജനമാല, പ്രിയപ്പെട്ടവരെ, ഇതാണ് സുജനപാലൻ. സുജനപാലൻ ഇന്ന് പൂർണ്ണമായും ലഹരിക്ക് അടിമയാണ്. ലഹരിയില്ലാതെ ഇന്ന് അവന് ജീവിക്കാൻ സാധ്യമല്ല. ലഹരി ഇല്ലാതെ വരുമ്പോൾ അവനൊരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കും. ഇവിടെ അഭ്യസ്തവിദ്യനായ ഒരു വിദ്യാസമ്പന്നന്റെ പതനം. കോളേജിൽ അവൻ സർവ്വസമ്മതനായിരുന്നു. പഠിത്തത്തിലോ ബഹുമിടുക്കൻ. സത്യത്തിൽ അവൻ നാളെയുടെ ശക്തിയാവേണ്ടതായിരുന്നു.
എന്നാൽ ചില ദുർബല നിമിഷങ്ങൾ അടുത്താണല്ലേ ഇതിന്റെ രണ്ട് തുള്ളി നിന്റെ സിരകളിൽ സ്പർശിച്ചാൽ പിന്നെ നിനക്കെല്ലാം ഓർമ്മ വരും. സംഗതികളിൽ ഒന്ന് ട്രൈ ചെയ്യണം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എക്സാം അടുത്തു. പ്ലീസ് അവന്റെ എക്സാം. നാളെയുടെ ശക്തികളാകേണ്ട നമ്മൾ നാടിൻ്റെ ശാപമായി മാറുന്നു. മദ്യം മയക്കുമരുന്നുകൾ നമ്മുടെ തീരാശാപമായി മാറുന്നു. തീരാശാപമായി മാറുന്നു. തീരാശാപമായി മാറുന്നു. സുജനപാലന്റെ വർത്തമാനകാല സ്വപ്നങ്ങളെ മദ്യവും മയക്കുമരുന്നും തകർത്തെറിഞ്ഞു. അവനിന്ന് മിത്രങ്ങളാണവർ. ഒഴികൂരയും ഉഷിഞ്ഞ വസ്ത്രങ്ങളും മാത്രമേ ഇന്ന് അവന്റെ കയ്യിലുള്ളൂ. ഇന്ന് ലഹരി കഴിക്കാൻ അവന്റെ കയ്യിൽ പണമില്ല. വിലപിടിപ്പുള്ള വീട്ടു സാധനങ്ങളെല്ലാം അവൻ വിറ്റു. തലയ്ക്ക് വെളിവില്ലാത്ത അവൻ നമ്മളിൽ നിന്ന് അകലുകയാണ്. ഞാൻ സുജനപാലൻ, രാജാവ്. വെറും രാജാവല്ല, അങ്ങ് ഇന്ദ്രലോകത്തെയും വെല്ലുന്ന രാജാവ്. സുജനപാലൻ എന്ന പേര് കേട്ടാൽ ഈ ബ്രഹ്മാണ്ടവും കിടുങ്ങി വിറയ്ക്കും. മറന്നു, ദേവലോക ക്ഷണമുണ്ടായിരുന്നു. ഇന്ദ്രന്റെ പരിവാരങ്ങളും നമ്മെ കാത്തിരിക്കായിരിക്കും. ഇന്നത്തെ മീറ്റിംഗിൽ നാമാണ് ചീഫ് ഗസ്റ്റ്. ഹലോ, അതെ, സുജനപാലൻ സ്പീക്കിംഗ്. അതെ, നാം ഇതാ തയ്യാറാവുകയായിരുന്നു. നാം ഇതാ എത്തിക്കഴിഞ്ഞു. യെസ് യെസ്, ഓക്കെ ഓക്കെ. എവിടെ എവിടെ എന്റെ അശ്വങ്ങൾ? മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? നീ ആരാ? പിശാചൻ, പിശാചൻ. മോനെ, നിന്റെ അച്ഛനാണ്. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. എന്റെ പേശികൾ ചലിക്കുന്നില്ല. ആരോ എന്നെ വലിഞ്ഞു മുറുക്കുന്നു. മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛാ, എനിക്ക് ഉറക്കം വരുന്നില്ല. ആരോ എന്നെ ഉറക്കം കെടുത്താൻ ശ്രമിക്കുന്നു. മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛാ, അച്ഛാ, എനിക്കൊരു കഞ്ചാവ് പിടി തരുമോ? മോനെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. മോനെ, മോനെ, ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? മണിക്കൂട്ടൻ ഇപ്പോൾ വരും. മോന് ചോറ് തരും. അച്ഛാ, ആരാണ് ഈ മണിക്കുട്ടൻ? സുജേ, നീ എന്റെ കളിക്കൂട്ടുകാരനെ മറന്നോടാ? അച്ഛാ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കൂ. അച്ഛാ, എനിക്കൊരു കഞ്ചാവ് പിടി തരുമോ? മോനെ, അച്ഛനെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇതാ മഹായമാണ്. ഇനി വിശക്കണം. അതാ അവരെന്നെ ലക്ഷ്യം മാറ്റി വരുന്നു. അവരെന്നെ മണ്ട പൊളിക്കും. അതാ അതാ അതാ.
സുജീനെ സുജനപാലനെ രക്ഷിക്കാൻ ഇനി നമ്മെ കൊണ്ടായില്ല. ആ, ആ, അമ്മേ, അവരെന്നെ വലിഞ്ഞു മറക്കുന്നു. സുഹൃത്തുക്കളെ, സുജനപാലന്റെ മനസ്സും ശരീരവും തകർന്നു കഴിഞ്ഞു. ലഹരി അവനെ വല്ലാതെ വളർത്തി. ഞാനും നിങ്ങളും കാണാത്ത ഒരു പിശാച് അവനെ വേട്ടയാടുന്നു. സുജനപാലന്റെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നില്ലേ? മണിക്കുട്ട, എന്റെ സുജ, പോകൂ, എന്റെ മുൻപിൽ നിന്ന് പോകൂ, 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 പോകൂ. സുജനപാലൻ ഇന്ന് ഭ്രാന്തനാണ്. അന്ധകാരം അവനെ വേട്ടയാടുന്നു. അവനിനി പകലുകളില്ല. മണിക്കുട്ട, എന്റെ അവന്റെ അടുത്തേക്ക് പോകരുത്. വരും, അവന്റെ അടുത്തേക്ക്. മദ്യം കശക്കി എറിഞ്ഞൊരു ജീവിതം, വ്യക്തിബന്ധങ്ങൾ വികൃതമാക്കി, അല്പനേരത്തിൻ്റെ ആയുസ് കൊണ്ടു നീ സുവർണ സ്വപ്നങ്ങൾ തേച്ചുമായ്ച്ചു, സുവർണ സ്വപ്നങ്ങൾ തേച്ചുമായ്ച്ചു. കേൾക്കുന്നു നീ നിന്റെ ശാപസാമ്രാജ്യത്തിൻ മരണമന്ത്രം, മരണമന്ത്രം, മരണമന്ത്രം. നാളെയുടെ ശക്തികളാകേണ്ട നമ്മൾ നാടിൻ്റെ ശാപമായി മാറുന്നു. മദ്യം മയക്കുമരുന്നുകൾ നമ്മുടെ തീരാശാപമായി മാറുന്നു, തീരാശാപമായി മാറുന്നു, തീരാശാപമായി മാറുന്നു. ഇനിയും സുജനപാലന്മാർ ജനിക്കാതിരിക്കാൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നമുക്കൊന്നിക്കാം.